ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂവി ചോട്ട. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി പ്രമോദണ്ണൻ്റെ കല്യാണത്തിന് പർച്ചേസിന് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിടുക്കപ്പെട്ട് കോട്ടയ്ക്കിൽ നിന്ന് വന്നത്. കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു വരണം, നമുക്ക് സാധനം മേടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇന്നാണ് പോകുന്നത്. പെൺകുട്ടിയും ചെറുക്കനും ഒക്കെ അവിടേക്ക് വരും. അപ്പോൾ നമ്മളും പോവാണ്. ഞാൻ, നിഷ, കസിൻസ്, അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. അവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നീട് ചരക്കെടുക്കുക എന്നാണ് ഇതിന് പറയുന്നത് പൊതുവേ. അപ്പോൾ എന്താ, സാധനങ്ങളൊക്കെ വാങ്ങുക, സാരി, ബ്ലൗസ്, പിന്നെ വീട്ടിലേക്ക് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ പെട്ടി ഉണ്ടല്ലോ, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി, അതിനാണ് വേണ്ട സാധനങ്ങൾ, പിന്നെ പ്രമോദൻ്റെ മുണ്ടും ഷർട്ടും, പിന്നെ വെഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ചെരുപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം പർച്ചേസ് ഇന്ന് നടക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ സ്റ്റിൽ വി ആർ ഗോയിങ്. അപ്പം എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ എല്ലാം കാണിച്ചു തരാം. പറ്റുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ മറന്നു പോവാത്ത, അതായത് അവിടെ ചെല്ലുമ്പോൾ പിന്നെ തിരക്കാകുമ്പം വിട്ടു പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ എല്ലാം ഞാൻ കാണിക്കാൻ ശ്രമിക്കും ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പോര്, നമുക്ക് പർച്ചേസിന് പോവാം ഗൈസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും സെപ്റ്റംബറും എല്ലാം കൂടെ ചേർത്ത്, സെപ്റ്റംബറിലെ കല്യാണവും എല്ലാം കൂടെ ചേർത്തൊരു ടൈറ്റ് പാക്ഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇഷ്ടംപോലെ വ്ളോഗ്സ് കമ്മിങ് ആണ്. കല്യാണ വിശേഷങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഓണത്തിൻ്റെ പർച്ചേസ്, അതൊക്കെ വരുന്നതേ ഉള്ളൂ ഗൈസ്. അതെല്ലാം നമുക്ക് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യണം, വ്ളോഗിൽ എടുക്കണം. അപ്പം ഫോർ മോർ സച്ച് കണ്ടൻറ്റ്സ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. പറഞ്ഞു തീർന്നപ്പോഴേക്ക് ഞങ്ങളുടെ വണ്ടി വന്നു. പോകാനുള്ള നിശ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോവാം. വീണ്ടും ആൻഡ്രൂ വന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് പോകാം. ഹലോ ഗൈസ്, പ്രമോദനെ ചരക്കെടുക്കാൻ പോകുന്നു. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? ഞങ്ങൾ പോയിട്ട് വരാൻ സോമയും ഗ്യാഷിനൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരുപാട് സമയം എടുക്കും, അവനൊക്കെ ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾ പോവാണ്. എത്ര പേരുണ്ട് കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചത്? നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഞങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഒരു പട്ടി ഞങ്ങൾ സഹായിച്ചില്ല. ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ അടിയോടടി അടിച്ചടിച്ചാ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ മനസ്സിലായിട്ടില്ല. ഈ ഗിയറൊക്കെ ഊരി കയ്യിലെടുത്തിട്ടുണ്ട്, കലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയല്ല ഇടുന്നതിനൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനൊന്നും അല്ല ഗൈസ് ഡ്രൈവിംഗ് പഠിക്കേണ്ടത്. അത് ആരെങ്കിലും അടുത്ത് പോയി പഠിക്കണം. അല്ലെങ്കിൽ ഈ പൊട്ടന്മാരെയൊക്കെ കൊണ്ട് അടി കൊണ്ട് മരിക്കത്തേ ഉള്ളൂ. പാട്ടിട്ട് കോപ്പിറൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വിശേഷം സുഖമാണോ? എനിക്കും നിശയ്ക്കും ഇവിടെ പരമ സുഖം കൂടിയിട്ടിരിക്കാനും നിൽക്കാനും വയ്ക്കും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. പാട്ടിടാതെ കോപ്പിറൈറ്റ് വരും. എടി പാട്ടിടാതെ. എന്റെ കണ്ണാടിയിൽ എന്തോ സാധനം ഞാൻ തിരിച്ചിടാൻ പറ്റിയില്ല. എനിക്കത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. നീ പഠിക്കാത്തതുകൊണ്ടാ. അത് പിന്നെ എടുത്തെടുത്ത് പഠിക്കുമ്പോഴത്തേനെ അത് ഓക്കെ ആവത്തുള്ളൂ. ഞാൻ റിവേഴ്സ് കയറ്റിയാണ് വണ്ടി വീട്ടിൽ ഇടുന്നത്. ശരിയാവും. അങ്ങനെ പഠിച്ചിട്ടില്ല, എന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ഞങ്ങള് കല്യാണി വന്നു, അവര് ഇതുവരെയും കല്യാണി വന്നില്ല തോന്നുന്നു ഗൈസ്. ആ വരുന്നത് ഇന്നോവയ്ക്കതൊക്കെ വരുന്നത്. സോ റിച്ച് പീപ്പിൾസ് കം ഫ്രം സം റിച്ച് ഫാമിലി. ഞങ്ങളുടെ വീട്ടിൽ മറ്റേ റിച്ച് പീപ്പിൾസ് വരുന്നു, ഫ്രം റിച്ച് ഫാമിലി. റിച്ച് പീപ്പിൾസ്. ഞങ്ങൾ ഇന്നോവയിൽ നിന്നൊക്കെ വരുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ അവര് വന്ന് ഗൈസ്, അവർ ഇന്നോവയിലാണ് വന്നത്. അപ്പൊ ഞങ്ങളുടെ പാശു ചേച്ചിയും പൊന്നമ്പിളിയും അലീനയും കല്ലുവും പ്രമോദനും പിന്നെ കുഞ്ഞമ്മയാണ് വന്നത്. പച്ചു ചേച്ചി കണ്ടു ഗൈസ്. പച്ചു ചേച്ചി 7 മാസം ഗർഭിണിയാണ് ഗൈസ്. അപ്പൊ കുഞ്ഞമ്മ ഒന്നുകൂടെ പരിചയപ്പെടുത്ത അലീന, പാച്ചു ചേച്ചി, പ്രമോദണ്ണൻ, നിഷ, പിന്നെ പൊന്നമ്പിളി, പിന്നെ കല്ലു ഉണ്ട് കേട്ടോ. പിള്ളേരെ സെറ്റിൽ നിന്ന് കല്ലു മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചുപേര് സ്പ്ലിറ്റ് ആയി പോയി, കുറച്ചുപേര് ലിഫ്റ്റിൽ കയറി പോയി, കുറച്ചുപേര് എസ്കലേറ്റർ വഴി വന്നി. അപ്പൊ ഇതാണ് വധുവും വരനും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആണ് ഗൈസ് കാണുന്നത് നിങ്ങൾ. അപ്പൊ നേരെ ഒരു കണ്ണാടി കിട്ടിയപ്പോ ഞങ്ങൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ ഒരു ഫാമിലി ഫോട്ടോ കാച്ചി. കൊള്ളാവോ? എങ്ങനെയുണ്ട് എന്നെ ഔട്ട്ഫിറ്റ്? കൊള്ളാക്കി പറയണേ. ഇതാണ് പ്രീത ചേച്ചിയെ കുറെ നാളായിട്ട് അറിയാം. പ്രീത ചേച്ചിയാണ് തമ്പുരുവിന്റെ കല്യാണത്തിനും ഞങ്ങൾക്ക് സാരി സെലക്ട് ചെയ്ത് തന്നത്. അതായത് ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചിയാണ് കേട്ടോ. കല്യാണം ചെല്ലുമ്പോൾ നിങ്ങൾ പ്രീത ചേച്ചി ഉണ്ടോന്ന് തിരക്കണം. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ചേച്ചിയും കൂടെയാണ് കേട്ടോ. അപ്പൊ അലീനിങ്ങനെ അലീനയ്ക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളും ഒക്കെ പറയാണ്. അപ്പൊ ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമ്മൾ നോക്കി.
പല പല ടൈപ്പ് പല പല വെറൈറ്റി കളേഴ്സ് അവൾക്ക് പറ്റുന്ന അവളുടെ സ്കിൻ ടോണിനും അവളെ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന കളേഴ്സാണ് കൂടുതലും സെലക്ട് ചെയ്തത്. ഈ റെഡ് ഒക്കെ ക്ലാസിക് കളറാണ്, പക്ഷെ എന്നാലും ഒന്ന് വെച്ച് നോക്കി, ഒരു ബ്രൈഡ് ആകുമ്പോൾ റെഡും വെച്ച് നോക്കണമല്ലോ. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് സോർട്ട് ചെയ്ത് വെച്ചു. ഇലക്ട്രിക് ബ്ലൂ, ഒരു മഞ്ഞ, പിന്നെ ഈ മഞ്ഞയ്ക്ക് ഒരു കഥയുണ്ട് ഗൈസ്. ഇതിനകത്ത് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ താഴെ ഇരിക്കുന്ന ചേച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി ഞങ്ങളെ ചെറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഓക്കെ, എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ, പുള്ളിക്കാരിയും പറഞ്ഞത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങ് വിട്ട്. പിന്നെ ഒരു നീല സാരിയൊക്കെ വെച്ച് നോക്കി. ഞങ്ങൾ സോർട്ട് ചെയ്തതിൽ വരുന്ന സാരികളാണ് കേട്ടോ ഇതൊക്കെ. ഇതില് കാണിക്കുന്ന ഒരു സാരിയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തത്. അത് ഏത് സാരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അത് നിങ്ങൾ വെയിറ്റ് ആൻഡ് സി. അത് വ്ലോഗിൽ കാണാം കേട്ടോ, കല്യാണത്തിന്റെ വ്ലോഗ്. അപ്പോ ഇതുപോലെ കുറെ പേസ്റ്റൽ കളേഴ്സ്, ചില പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വെക്കുമ്പോൾ അവൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും നല്ല സുന്ദരി കുട്ടിയായിട്ടും ഫീൽ ചെയ്തു. അപ്പൊ കുറെ കളേഴ്സ് വെച്ച് നോക്കി. ഇപ്പം കുഞ്ഞമ്മയ്ക്കും ആ ഏജിലുള്ള ടീംസിനൊക്കെ ഈ റെഡ് അങ്ങനെയൊക്കെയുള്ള കളേഴ്സിനോടാണ് സ്നേഹം. അപ്പൊ പാച്ചു ചേച്ചിനോട് പറയണം അതൊന്നും നോക്കണ്ട, നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ നോക്കാതെ. ഞങ്ങൾ ആ സെക്ഷനിൽ നിന്ന് പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോവാ. ഇച്ചിരി ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ മാറ്റി നോക്കിയതാണ്. പിന്നെ ലാസ്റ്റ് സോർട്ട് ചെയ്തതെല്ലാം നമ്മളൊന്ന് ഉടുത്തു നോക്കി. ഇപ്പൊ നമ്മൾ എടുത്തു കൊടുക്കുന്നതിൽ ലാസ്റ്റ് കല്യാണ സാരികൾ അവര് നന്നായിട്ട് ഡ്രേപ്പ് ചെയ്തൊന്ന് കാണിക്കും. അപ്പൊ അറ്റ് ലാസ്റ്റ് ഓരോരോ കളർ വെച്ചിട്ട് അവർക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുക. നമുക്ക് വേറൊരു അഭിപ്രായം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അഭിപ്രായം എന്നല്ല, ഒരു കാര്യം എപ്പോഴും തോന്നിയിട്ടുണ്ട്, ബ്രൈഡ്സിന് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. നമ്മൾ ഓരോരുത്തരും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കും, നമ്മുടെ മനസ്സിലൊരു കളറാണ് ഇങ്ങനെ ഉടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്. അത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളാണ്. എല്ലാ പെൺകുട്ടികളുടെ മനസ്സിൽ കാണാം ഞാൻ ഇങ്ങനെ ഒരുങ്ങണം എന്നുള്ള. നമ്മൾ ചെല്ലുന്ന കടകളിൽ ചില കളേഴ്സ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ പലർക്കും പല അഭിപ്രായമാണ്, നിനക്ക് ചേരുന്നില്ല, നിനക്ക് അത് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല ഗൈസ്. നമ്മൾ എന്തിലാണ് കംഫർട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ചില കളറുകളിൽ ഇങ്ങനെ ഉടക്കി കിടക്കും. അങ്ങനെ അലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടായിരുന്നു, അവൾ ഇങ്ങനെ ആ കളർ തന്നെ മതി മതി എന്ന് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കളർ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ എടുത്തത്. അതായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഇപ്പം ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈ, എല്ലാവരുടെയും കണ്ണിൽ ഒരുപോലെ ആയിരിക്കത്തില്ല ഒന്നും. നമുക്ക് എല്ലാവർക്കും പല കാര്യത്തെക്കുറിച്ചും പല അഭിപ്രായമില്ലേ. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ബിഗ് ഡേ ആണ്, നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷൻസ് വെച്ച് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും പിന്നെ കളർ വെച്ച് നോക്കിയത്. അതല്ല, അതൊക്കെ നമ്മുടെ ഒരു ബ്രൈഡൽ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വെച്ച് നോക്കും. ലാസ്റ്റ് നമ്മൾ ഒരെണ്ണം എടുക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവൾ എന്നോട് പറയുന്നതാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഞങ്ങൾ എടുത്തത്. അതിനകത്ത് ഇനിയിപ്പോ ഇഷ്ടപ്പെടാത്തവർ കാണും, ചിലപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഒരു കല്യാണം അവൾക്ക് ഇഷ്ടമുള്ളത് പോലെയല്ലേ അവൾ ഒരുങ്ങേണ്ടത്. പാച്ചു ചേച്ചിയുടെ വയറ് കാണാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ ചോദിച്ചതോ വയറൊന്ന് കാണിക്കുന്നു. കറുത്ത് ഉടുപ്പിട്ടുകൊണ്ട് വന്നിട്ട് കണ്ടിട്ട് എല്ലാം തട്ടും മുട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാത്തൂനുള്ള സാരി എടുക്കണം, പക്ഷെ സാരി അവിടുന്ന് കിട്ടിയില്ല. പിന്നെ നേരെ പോയത് വൈകിട്ട് റിസപ്ഷനുള്ള ഗൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സെക്ഷൻ മൊത്തം ഒരു 10,000 എബോ വരുന്നതാണ്. നമ്മുടെ ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ക്ലാസിക് ആയിട്ടുള്ള ലെഹങ്കയാണ് നോക്കിയത്. ലെഹങ്ക ആണ് നോക്കിയത്. പക്ഷേ ലെഹങ്ക വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. ഞാൻ ഈ നീലയൊക്കെ എടുപ്പിച്ചെങ്കിൽ അതൊക്കെ ഒരു പഴയ മോഡലും മുസ്ലിം കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത്രയ്ക്ക് ഒരു വെറൈറ്റി ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയി ഗൈസ്. കുറച്ച് പേര് ലിഫ്റ്റ് വന്നു, കുറച്ച് പേര് ഇങ്ങനെയും വന്നു. അങ്ങനെ നേരെ പോയത് ഇനി ചെറുക്കനുള്ള സാധനം എടുക്കാൻ പോയപ്പോൾ പെണ്ണിന് പെട്ടി കൊണ്ടുപോകാനുള്ള ചെരുപ്പ് നോക്കണമല്ലോ ഗൈസ്. അങ്ങനെ ചെരുപ്പ് നോക്കി. ഈ താഴത്തെ റോയിലുള്ള ചെരുപ്പിനെല്ലാം നല്ല ബഡ്ജറ്റ് റേഞ്ചിലാട്ടോ കൊടുക്കുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചാണ്. പിന്നെ പോയത് അവിടെ നിന്ന് ചെരുപ്പൊന്നും കിട്ടിയില്ല ഗൈസ്. അവളുടെ കാല് കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ചെരുപ്പ് കിട്ടിയില്ല. പിന്നെ പോയത് വല്ല ഗൗണും കിട്ടുമോന്ന് നോക്കാനാണ്. ഗൗൺ കിട്ടുമോന്ന് നോക്കാൻ പോയടുത്തും നല്ല രസമുള്ളതൊന്നുമില്ല. പക്ഷെ ആ പാൽപ്പച്ച പോലത്തെ കളറും മഞ്ഞയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇട്ട് വന്നപ്പോ ഒരു രസമില്ല, അവൾക്ക് അങ്ങോട്ട് സൂട്ട് ആകുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ട്രയൽ റൂമിന്റെ മുമ്പിലുള്ള പ്രഹസനമായി കാണുന്നത്. കുഞ്ഞമ്മ എന്തോ കാര്യമായിട്ട് നോക്കുവാണ്, എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തിനാ ടാറ്റ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനൊരു ടാറ്റ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാച്ചു ചേച്ചി ഇതൊക്കെ കാര്യം പറയാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ എന്നെ വിളിച്ചില്ല ഗൈസ് ഇവര്. ഇനി നമുക്ക് മുണ്ടും ഷർട്ടും മേടിക്കാൻ വേണ്ടി പോകാം. അങ്ങനെ നമുക്ക് നേരെ ഇനി ചെറുക്കൻ സാധനങ്ങൾ മേടിക്കാൻ പോകാം കേട്ടോ. അപ്പൊ ഞങ്ങൾ സിൽക്കിന്റെ ഒരു ഷർട്ടാണ് പറഞ്ഞത്, പക്ഷെ ചില ഷർട്ടിന് ഭയങ്കര യെല്ലോ കളർ കേട്ടോ. അപ്പൊ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ഷർട്ട് സെലക്ട് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ അലീനെ കളിയാക്കുവാണ്. അലീന എവിടെ ചാരി നിന്നാലും ഒരു വശം ചരിഞ്ഞേ നിൽക്കത്തുള്ളൂ കേട്ടോ. പിസ്സാ ഗോപുരം പോലെ ഒരു
ഒരു ചരിവുണ്ട്. പിന്നെ മോഹൻലാൽ ഫാനാണ് ഞങ്ങളുടെ പ്രമോദനൻ. പ്രമോദന് കിട്ടിയ ഭാര്യയും മോഹൻലാലിനെ പോട്ട് ഒരു ചരിവുള്ളത് അടിപൊളിയായി. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ കളിയാക്കുമായിരുന്നു അവളെ. അപ്പോൾ അവളിങ്ങനെ ചിരിക്കുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് വേറെ മുണ്ടെടുക്കണമല്ലോ. പിന്നെ കുർത്തയുടെ സെക്ഷനിൽ കൂടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ പ്രമോദനെ നോക്കി. അയാള് സമ്മതിക്കില്ല കേട്ടോ കുർത്ത എടുക്കാൻ, എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ മുണ്ടെടുത്തു. പിന്നെ ഇത് 500 രൂപയുള്ളു ഗൈസ് ഈ സാരിക്ക്. നല്ല ഭംഗിയില്ലേ, ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് അല്ലാത്ത പർച്ചേസുകൾ, കുറച്ച് ഇന്നോസിന്റെയും അല്ലാതെ ബ്ലൗസ് പീസിന്റെ ഒക്കെ പർച്ചേസ് കഴിഞ്ഞ് അങ്ങനെ ഫുൾ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റിൽ ഡൗൺ ആയി. ഇനി പെട്ടി പാക്ക് ചെയ്യുക, മറ്റേ നാത്തൂനെ ഏൽപ്പിക്കാന്നുള്ള പരിപാടിയും കൂടെ ഉള്ളൂ. ബില്ലൂടെ പേ ചെയ്ത് പോവാം. പെട്ടി സംഘടിപ്പിച്ചു ഗൈസ്. കല്യാണ സാരി എടുക്കുമ്പോൾ നമുക്ക് പെട്ടി കിട്ടും. പെട്ടി കിട്ടിയാലേ നമുക്ക് പെട്ടിയും കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ പോകാൻ പറ്റൂ. അപ്പൊ പെട്ടി നമ്മൾ ചോദിച്ചു മേടിക്കണം കേട്ടോ കല്യാണ സാരി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തരും. പിന്നെ ഇൻ ദ സെൻസ് നാത്തു ആ പെട്ടിയാ കൊണ്ടുപോണ്ടേ, എന്ത് പറയുന്നു അഭിപ്രായം? എന്താ എപ്പോ ഇത് മതി, കാശ് കൊടുത്ത് മേടിക്കണം പെട്ടി. കേട്ടോടി പട്ടി. അങ്ങനെ പെട്ടിയൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ. അങ്ങനെ നാത്തൂമാരും ചേച്ചിമാരും എല്ലാരും പെട്ടിയും പാട്ടയും എല്ലാം എടുത്ത് പോവുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്തടുത്തേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ചോറ് നോക്കാം. അങ്ങനെ പലരും നോക്കും നമ്മളെ. ഡോഡയല്ല ഡോറ്. ആ പറഞ്ഞത് വല്ലതും നിങ്ങൾക്ക് കത്തിയോ? ഡോർ അടയ്ക്കാനാണ് കുഞ്ഞമ്മ പറയുന്നത് കേട്ടോ. മുമ്പിൽ പോകുന്ന വണ്ടിയില് ഡോർ അത്ര കറക്റ്റ് ആയിട്ട് അടച്ചിട്ടില്ല. അപ്പൊ പാലം കയറി പോണേന്ന് ഞാനിങ്ങനെ അലറി പറയുകയാണ് ഗൈസ്. പാലം കയറി വേണം പോകാൻ. പോളത്തോട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ ഒബാമയുടെ കടയിൽ കയറി കേട്ടോ. അവിടെ ബിരിയാണി വാങ്ങിയതാണ്. നിങ്ങൾ ഈ ക്വാണ്ടിറ്റി ഒന്ന് നോക്കിയേ. അര ബിരിയാണിയാണിത്. 2 പീസ് ചിക്കനും ഇഷ്ടം പോലെ റൈസും. പിന്നെ ഞാൻ വാങ്ങിയത് ചോറാണ് കേട്ടോ. ചോറും അവിയൽ പോലത്തെ ഒരു തോരനും, ഒരു കൊഞ്ച് റോസ്റ്റും, പിന്നെ ചീനി, മീൻകറി, പരിപ്പ് എല്ലാം ചേർത്തൊരു ഊണും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്തുവാ അങ്ങ് അടിയാ, എപ്പോഴും ഇങ്ങനെ ഇവര് രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിയാണ്. എല്ലാം കൂടി ഒരു 950 രൂപയുള്ള ഒരു 7-8 പേര് കഴിച്ചിട്ട് പിന്നെ നേരെ ഗോൾഡൻ കപ്പിൽ കയറി കുറച്ച് ഓർണമെന്റ്സും അല്ലെങ്കിൽ നമുക്ക് റെന്റലായിട്ട് ഇതെടുക്കാന്നാ വിചാരിച്ചത്, റിസപ്ഷൻ ഡ്രസ്സ്. പക്ഷെ റേറ്റും സഹകരണവും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമായിരുന്നു കേട്ടോ. എനിക്ക് എത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങള്. പിന്നെ നേരെ വിട്ടത് പോളത്തോട്ടിന് അടുത്തുള്ള ആർക്കി വെഡിങ്ങിലേക്കായിരുന്നു കേട്ടോ. ഈ ഗോൾഡൻ കപ്പ് അത്ര സുഖമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും റെന്റൽസിന് പോകുന്നെങ്കിൽ നല്ല ബഡ്ജറ്റിലായിട്ട് നോക്കുന്നെങ്കിൽ ആ വഴിക്ക് പോകരുത് കേട്ടോ. ഒരു 8,000 9,000 അതിന് മേലോട്ടുള്ളതേ അവർക്കൊരു താല്പര്യമുള്ളൂ. അല്ലാത്തവരെ വലിയ താല്പര്യവും ഇല്ല, എടുത്ത് കാണിക്കത്തതുമില്ല. ഭയങ്കര മോശം. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും സർവീസ് ഭയങ്കര മോശമായിരുന്നു. പിന്നെ ആർക്കിയിൽ വന്നു പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ റിസപ്ഷൻ ഡെസ്ക് നോക്കിയതാണ്. അപ്പൊ ഒരെണ്ണം എടുത്ത് നോക്കി, അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ വേറൊരു കളറാണ് എടുത്തത്, അതല്ല പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ പൊന്നമ്പിളി ഞാനോട് എന്തൊക്കെയോ കാര്യം പറയാണ്. ഇനി ചെറുക്കനുള്ള സാധനങ്ങൾ എടുക്കണം. അതിന്റെ ഇടയ്ക്ക് പൊന്നമ്പിളിയുടെ ഫെയർവെല്ലിനുള്ള സാരി സംഘടിപ്പിക്കുക. ഞങ്ങൾ തമ്മിൽ പ്രസവിച്ചു പെൺകുട്ടി. പെൺകുട്ടിയാ കുഞ്ഞുമേ, സന്തോഷമുണ്ടോ? ഞങ്ങൾക്ക് കുറെ കാലത്തിന് ശേഷം കിട്ടിയൊരു പെൺകുട്ടിയാണ്. നിഷയുടെ ആക്രിയുടെ എല്ലോ ഇത് തൊലഞ്ഞ് ഞങ്ങളുടെ പുതിയ പെൺകുച്ചി. 28-ന് പേര് പറഞ്ഞുതരാം കേട്ടോ. തീർന്നുപോയി. അങ്ങനെ പൊന്നിന്റെ പ്രതാപവും ഒക്കെ പോയി. ഇനി അതിന് കുറ്റമൊന്നും പറയല്ലേ കൈസ്. ഞങ്ങളുടെ പെങ്കൊച്ചായിരുന്നു. ആകെയുള്ള 5 ആങ്ങളമാർക്ക് ആകെയുള്ള പെണ്ണായിരുന്നു ആക്രി. ഇപ്പൊ പുതിയൊരു പെങ്കൊച്ചൂടെ വന്നപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. 2ാമത്തെ രാജകുമാരി. വെൽക്കം ടു അവർ ഫാമിലി. നിലു ബേബി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. അവളുടെ വീഡിയോയും അവളെ പോയി കണ്ടതും ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങൾ പോയി കാണുന്നുണ്ട് ഉടൻ തന്നെ. അപ്പൊ ഞാനും പാച്ചുവും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. പാച്ചുവും ഇനി പ്രസവിക്കുമ്പോൾ പെൺകുട്ടിയായിരിക്കും. ഇനി ഒരു പെൺകുട്ടിയുടെ നിര അത്യാവശ്യമാണ് ഫാമിലിയിലേക്ക് കേട്ടോ. ജനറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ പെൺകുട്ടി അത്യാവശ്യമാണ് ഗൈസ്. അങ്ങനെ പിന്നെ നേരെ പോയത് പാക്ക് ചെയ്യാനാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ പ്രമോദനോട് എടുത്തു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി ഞാൻ. പിന്നെ പെൺകുട്ടിക്ക് പെട്ടിയിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അങ്ങനെ ഒരു ഹ്യൂജ് പർച്ചേസിന് ശേഷം പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കല്ലൂന്റെ കൈ വരെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. വീഡിയോസ് എടുത്തില്ല കേട്ടോ. ടാറ്റ പറയാണ് കേട്ടോ. ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വൈൻഡപ്പിന് വേണ്ടി ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അരീനയും എല്ലാവരും ടാറ്റ പറഞ്ഞു. പ്രമോദൻ ടാറ്റ പറഞ്ഞുണ്ടോ. എന്നിട്ട് ഞങ്ങൾ ആർക്കിക്ക്
ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 6:30 6:45 ആയി. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഓൾറെഡി ടയേർഡായി ഗൈസ്. ഇനി ഒന്നും പറയാനുള്ള ബാക്കിയില്ല. വണ്ടി വരിക, ഇത് വെക്കുക, പോവാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.